നമസ്കാരം. ഭാരതത്തിൽ നക്സലിസം ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചു കാണില്ല. അന്ന് പുച്ഛിച്ചു തള്ളിയ മാവോയിസ്റ്റുകൾ എല്ലാം തന്നെ ഇപ്പോൾ മരണം ഭയന്ന് നെട്ടോട്ടമോടുകയാണ്. ഇപ്പോൾ ബിജാപൂരിലെ മാവോയിസ്റ്റ് പരിശീലന ക്യാമ്പ് സുരക്ഷാ സേന പിടിച്ചെടുത്തതോടെ ഓടി ഒളിക്കുകയാണ് ഇടത് തീവ്രവാദികൾ. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ ഭട്ടിഗുഡയിലെ നിബിഡ വനങ്ങളിലെ ഒരു മാവോയിസ്റ്റ് പരിശീലന ക്യാമ്പിന്റെ നിയന്ത്രണം സുരക്ഷാ സേന ഏറ്റെടുത്തിരിക്കുകയാണ്. PLGA ബറ്റാലിയൻ നമ്പർ 01ന്റെ കോർ ഏരിയ ക്യാമ്പാണ് സുരക്ഷാ സേന ഏറ്റെടുത്തത്. സൈന്യത്തിന്റെ തിരച്ചിൽ ഓപ്പറേഷനിൽ ഓടി രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾ ക്യാമ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. കോബ്ര യൂണിറ്റുകൾ 201, 204, 210 എന്നിവയാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. ക്യാമ്പിൽ പരിശീലന ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയ ഉയരമുള്ള മരങ്ങൾ, കിടങ്ങുകൾ, മറ്റു വിവിധ പരിശീലന ഉപകരണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. കൂടാതെ മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്ന സ്ഥിരം ബാരക്കുകളും കുടിലുകളും അവിടെ കാണാൻ കഴിയും. മേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് കനത്ത പ്രഹരമാണ് എന്നും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പാണ് എന്നും ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷനെ വിശേഷിപ്പിക്കുന്നു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത സുരക്ഷാ സേന വീണ്ടും ഉറപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ ക്യാമ്പുകൾ ആക്രമിച്ച് നക്സൽ രക്തസാക്ഷി സ്മാരകം തകർത്തിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിലെ ഗാരിയാബന്ദിൽ അടുത്തിടെ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കൊല്ലപ്പെട്ട 16 നക്സലുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഞായറാഴ്ച ആരംഭിച്ച ഓപ്പറേഷനിൽ മാവോയിസ്റ്റുകളുടെ മുതിർന്ന കേഡർമാർ കൊല്ലപ്പെടുകയും SLR റൈഫിളുകൾ പോലുള്ള ഓട്ടോമാറ്റിക് തോക്കുകൾ ഉൾപ്പെടെ ധാരാളം ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. മാവോയിസത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന്റെ ശക്തമായ നിലപാട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് ചൊവ്വാഴ്ച വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഇത് സമൂഹത്തിന് അർബുദമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട നേതാവും ഉണ്ടായിരുന്നു. മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ജയറാം എന്ന ചലപതിയാണ് കൊല്ലപ്പെട്ടത്. ചലപതിയെ വധിക്കാൻ സാധിച്ചത് വലിയ നേട്ടമായിട്ടാണ് അധികൃതർ വിലയിരുത്തുന്നത്. നക്സലിസത്തിനുള്ള കനത്ത തിരിച്ചടിയാണിത് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത്. നക്സൽ വിമുക്ത ഭാരതത്തിനുള്ള സുരക്ഷാ സേനയുടെ നിശ്ചയദാർഢ്യമാണിതെന്നും നക്സലിസം അന്ത്യശ്വാസം വലിക്കുകയാണ് എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പ്രധാന പിടികിട്ടാ പുള്ളികളിൽ ഒരാളായിരുന്നു ചലപതി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ചലപതിക്ക് രാമചന്ദ്ര റെഡ്ഡി, അപ്പറാവു, രാമു തുടങ്ങിയ കള്ളപ്പേരുകളുമുണ്ട്. സാധാരണ മാവോയിസ്റ്റ് കേഡറായാണ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തി. ഒളിപ്പോരിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. 10 മാവോയിസ്റ്റുകളെ വരെ ചലപതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു.